ഹലോ ഓണമൊക്കെ അല്ലേ. അപ്പം അമ്മമാരെയും കൂടെ കൂട്ടി നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ച് അങ്ങനെ നമ്മൾ 3 അമ്മമാരെയും കൂടി പോവുകയാണ്. ഏത് കടയിൽ പോയാലും നമ്മൾ വാതിൽക്കൽ നിന്ന് കുറച്ചേരം ആലോചിക്കും കേട്ടോ, ഏതെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ. അങ്ങനെ കുറച്ച് നേരത്തെ ആലോചനകൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടെ കടയിലോട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അമ്മമാരെയും കൊണ്ട് കടയിൽ പോയുള്ള പ്രധാന പ്രശ്നം ഇതാ കേട്ടോ, നമ്മൾ പിള്ളേരങ്ങ് പോസ്റ്റാവും. എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ അട്ടർ പോസ്റ്റായിരുന്നു അവിടെ. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ഏതൊക്കെ സംഭവം, ഏതൊക്കെ ഐറ്റം ചേരും, ഏതൊക്കെ എടുക്കണം, ഏതൊക്കെ അളവ് പറ്റും, അതിനെക്കുറിച്ചൊക്കെയുള്ള ഗൂഢാലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കൊക്കെ വെച്ചൊക്കെ ഇവിടെ നോക്കുന്നുണ്ട്. ദേ ഇവിടെ മിച്ചുവിനി പലാസ ചേരുവാന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ അമ്മമാരെ കടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ 3 പേരും ശ്രീദേവി അമ്മയുമായിട്ട് നേരെ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. മുല്ലപ്പൂ വാങ്ങിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് മിച്ചുവിന് മാല വാങ്ങിക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾ മാലയാണ് നോക്കിയത്, പിന്നെ വളയും കുറച്ചൊക്കെ നോക്കിയായിരുന്നു, പിന്നെ മാലയും വാങ്ങിച്ച്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി അവിടെ കുറേ നേരം നിന്ന്. കട കണ്ടാൽ നമുക്ക് ഭ്രാന്താന്നുള്ള കാര്യം അറിയാമല്ലോ. പിന്നെ അവസാനം അവിടെ നിന്ന് ചാടി ഇറങ്ങി നമ്മൾ മുല്ലപ്പൂ കടയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പൂക്കൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. പിന്നെ അത് നോക്കി കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. സമാധാനപ്പെടുക, നമ്മൾ ഓണത്തിനൊന്നും മേടിക്കാമല്ലോ കുട്ടന്മാരെ. അങ്ങനെ നേരെ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇടണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. താജ്മഹൽ പണിയും നമുക്കിനി കാണാം. സർച്ചുവിൻ്റെ ആ മുതുക്ക് കയ്യിൽ ഞാനങ്ങ് താജ്മഹൽ പണിയാൻ പോകാൻ. എൻ്റെ പൊന്നെ വരച്ചിട്ടും തീരുന്നില്ല. എപ്പം വിരലിലെത്തും പറഞ്ഞാണ് ഞാൻ കഷ്ടപ്പെട്ട് വരച്ചിട്ടുണ്ടെന്ന്. വരയ്ക്കുന്നത് കണ്ടിട്ടാണ് നാട്ടുകാർ മൊത്തവും വീട്ടുകാരും ചോദിക്കുന്നത്, അതാണ് നിൻ്റെയൊക്കെ കല്യാണമാണോ എന്നായിരുന്നു. 3 എണ്ണത്തിൻ്റെയും കയ്യിലിട്ടുണ്ടായിരുന്ന. അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും കയ്യിൽ മൈലാഞ്ചി ഇട്ട് ക്ഷീണിച്ചു ഗൈസ്. 2 മണിക്ക് തുടങ്ങിയത് 4 മണിക്കാണ് അവസാനിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഷോപ്പിംഗ് വ്ളോഗ് എല്ലാം കഴിഞ്ഞിരിക്കും. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ.